നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ പ്ലസ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആമസോണിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ ഫുള്ള് പുല്ലാണ്. അപ്പോൾ മഴക്കാലം അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേ വേണ്ട. പിന്നെ നമ്മൾ സൈഡിൽ നട്ട് പിടിപ്പിച്ച ആ ഒരു പേൾ ഗ്രാസും, അപ്പോൾ അതിരുന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അതുപോലെ തന്നെ വീടിൻ്റെ 4 ഭാഗം ഫുള്ള് പുല്ലാണ്. ആൾക്കാരെ നിർത്തി നമ്മൾ ഏതാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഒരു ചെറിയൊരു പുല്ല് കട്ടിയുന്ന ഒരു മെഷീൻ മേടിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ വലിയ ലെവലിലേക്ക് പോകുമ്പോൾ ഒരുപാട് റേറ്റാണ്. 30,000, 16,000, 10,000 ആ റേഞ്ചിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സറൗണ്ടിങ്സ് വീടിന് ചുറ്റും മാത്രം ജസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോഡഡായിട്ട് നമുക്ക് വയറ് കുത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുല്ല് കട്ടിയുന്ന ചെറിയൊരു മെഷീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വലിയൊരു സംഭവമാണ്, പക്ഷേ വന്നത് ഇങ്ങനെ ചെറിയൊരു സംഭവമായിട്ടാണ്. ഇത് നമുക്ക് എന്തായാലും നോക്കാം, ഇത് തുറന്ന് നോക്കി നോക്കാം, അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് പുറത്ത് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്. ഓമൈഡ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ വലിയ സ്പെസിഫിക്കേഷൻ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇത് 250 വാട്ട്സിൻ്റെയാണ് ഒരു സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ RPM വരുന്നത് 12,500 പിന്നെന്താ കട്ടിങ് വിഡ്ത്ത് 22 സെൻറ്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കേബിൾ ലെങ്ത്ത് വരുന്നത് 1.5 ആണ്. പിന്നെ ബാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടത് ചൈന തന്നെയാണ് പ്രൊഡക്റ്റ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡൽഹിയിൽ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സാധനം, കണ്ടോ. അപ്പം ഇനി ഇത് ഇത്രയും ഇതെങ്കിൽ അസംബിൾ ചെയ്ത് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം, തുറന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്ന മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കാം. ഇത് നമ്മൾ വലിയൊരു സംഭവം പ്രതീക്ഷിക്കരുത്. നമുക്കിതിന് ഓൾമോസ്റ്റ് റേറ്റ് വന്നിട്ടുള്ളത് 2,100 സംതിങ് ആണ്. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം, വേറെ ഇങ്ങനെ ഇതിലൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി നോക്കി ഫിറ്റ് ചെയ്യണം. ഇതതിൻ്റെ സേഫ്റ്റി ഗാർഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ കേബിളാണ് വന്നിട്ടുള്ളത്. നമ്മളിതിങ്ങനെ വെക്കുന്നു. നട്ട് പോട്ടിടാനുള്ളൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചേ ഇത് ഇത്രയും ചെറിയ സംഭവം വന്നപ്പോഴേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി ഇതിൻ്റെ കറക്റ്റ് ഇത് നമ്മൾ അസംബിൾ ചെയ്യണം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ലൈൻ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇട്ടത്, അപ്പോൾ അത് കറക്റ്റായിരുന്നു. ഇതിൻ്റെയും അങ്ങനെ തന്നെ നമ്മളിടാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഇടേണ്ടി വരും. നോക്കാം ഇതിനുള്ളിലുണ്ടോ എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം കാണുന്നില്ലോ. ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു സംഭവം അതെങ്ങനെയാണെന്ന് ഞാൻ മാനുവൽ നോക്കിയിട്ട് ഫുള്ള് അസംബിൾ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇനി വേറെ ഒന്നും കാണാനില്ല, ജസ്റ്റ് ഒരു ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് അസംബിൾ ചെയ്തിട്ട് ഞാൻ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ സംഭവം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ നോക്കി കഴിഞ്ഞപ്പോൾ 4 സ്ക്രൂ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇവിടെ ഇട്ടു, ഈ 2 സൈഡിലായിട്ടാണ് ഇട്ടുന്നത്. ഇവിടുന്നും ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മൾ വെച്ചാൽ മതി. അങ്ങനെ ഇവിടെ ഇട്ടു, ഇവിടെ 2 ഇട്ടു, ഇവിടെ 2 ഇട്ടു. പിന്നെ ഇതിൻ്റെ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഗാർഡിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് കറക്റ്റ് ഈ പൊസിഷനിൽ വെച്ചിട്ട് ഇതിടുക. പിന്നെ ഈ ഒരു സംഭവം ജസ്റ്റ് എൻ്റെ ഉള്ളിലേക്ക് ഈ ഷേപ്പിൽ ജസ്റ്റ് തള്ളി കൊടുത്താൽ മതി, സംഭവം ഓക്കെയാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉള്ളത്. ഇതിപ്പോൾ ഡെഡ് മാൻ സ്വിച്ചാണ്, മനസ്സിലാൽ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ജസ്റ്റ് സ്വിച്ച് ഇങ്ങനെ ആക്കി വെച്ചാൽ അവിടെ നിൽക്കില്ല. അപ്പോൾ അതങ്ങനെ നോർമൽ സ്വിച്ചാണ്.
പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കട്ട് ചെയ്യണ ഒരു കേബിള് ഇതിനുള്ളിലുണ്ട്, ഓൾറെഡി ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുമേ പ്രസ് ചെയ്തിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് നിവർന്ന് വരും. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ഈ സാധനം കൂടുതലാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡുമ്പോൾ തട്ടിയിട്ട് ഇത് കട്ടായി പോയിക്കോളും. അപ്പോൾ പിന്നെ എക്സസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നല്ല പവർഫുള്ളായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേബിളാണ് ഇപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ കേബിൾ. ഇത്തിരി നല്ല ക്വാളിറ്റി കേബിൾ നമ്മൾ വെക്കണം. അപ്പോൾ ഞാനിതിൻ്റെ മെയിൽ ഫീമെയിൽ സോക്കറ്റ് വേറെ വെച്ചായിരുന്നു, പക്ഷേ ഇതിന് സ്യൂട്ടല്ല, കറക്റ്റ് ഈ പ്ലഗ് കയറുന്നില്ല. അപ്പോൾ ഞാൻ വേറെ എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ട് ബാക്കി ഇതിൻ്റെ സംഭവങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഒമേഡ എന്നാണ്. ഒമേഡ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇയർ പ്ലഗ് ജസ്റ്റ് ശരിക്ക് ആവശ്യമാണ്. ശരിക്കും ഇത് 85 ഡെസിബലിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇയർ പ്ലഗ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് പറയുക. ഇപ്പോൾ ഇത് 96 ഡെസിബലിലാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മളൊരു ഫേസ് ഷീൽഡോ അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ സേഫ്റ്റി മെഷർ. അതുപോലെ തന്നെ നമ്മൾ പുലിക്കോടൊക്കെ പോകുമ്പോൾ ഗംബൂട്ടൊക്കെ ഇട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നോർമൽ നമ്മൾ എല്ലാ പുല്ല് കട്ട് ചെയ്യുന്ന സമയത്തും പല ജീവജാലങ്ങളിനുള്ളിൽ ഉണ്ടാവാം, പാമ്പ് സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗംബൂട്ട് ഇട്ട് ചെയ്യുക, ഫേസ് ഷീൽഡ് വയ്ക്കുക, സേഫ്റ്റി ഗ്ലാസ് വയ്ക്കുക, അങ്ങനെ നമ്മളിതിങ്ങനെ ചടിക്കുക. അപ്പോൾ ഇതിൻ്റെ കേബിള് വളരെ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കിതിങ്ങി ഓൺ ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കി നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കട്ടിയുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് കട്ടാവുണ്ടെന്നുള്ളത് നോക്കാം. കുറച്ചുകൂടിയും കട്ടിയുള്ളതാണ് ഈ ഒരു ഇതൊക്കെ, നല്ല അത്യാവശ്യം തണ്ട് വലുപ്പമുള്ളതാണ്. അപ്പോൾ ഇത് കട്ടാവുണ്ടോ നമുക്ക് നോക്കി നോക്കാം. സാധനം നല്ല പവർഫുള്ളാണ്. അപ്പം ഇങ്ങനെ ഒരു ഇതും കൂടി നോക്കാം. നമുക്ക് ഈ വാഴയുടെ തണ്ട് കട്ടാവുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയാലോ. സാധനം അൽപ്പൊളിയാണ് അല്ലേ? ഓക്കെ, ഇനി മെറിൻ കട്ട് ചെയ്ത് നോക്കിയോട്ടെ. അപ്പോൾ നമ്മുടെ പുല്ല് കട്ട് ചെയ്യണ മെഷീൻ നല്ല പവർഫുള്ള് സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു വാഴയുടെ ഇല കട്ട് ചെയ്തപ്പോഴും നല്ല ഇതിൽ ടക്കാന്ന് വെച്ചാൽ കട്ടായി പോയി. അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തപ്പോഴും നല്ലതായി. അപ്പോൾ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിളിന് ലെങ്ത്ത് വേണം, അതാണല്ലോ. ബാക്കിയൊക്കെ നല്ല RPM നല്ല 12,500 ഉള്ള കാരണം തന്നെ നല്ല ഹെവി ആയിട്ട് കട്ടായി പോകുന്നുണ്ട്. പിന്നെ ഇത് പിടിക്കാനൊരു ഇതിനാക്ക് വേണമെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ മെറിൻ കട്ട് ചെയ്ത് നോക്കി പെണ്ണുങ്ങൾക്കായാലും ആർക്കായാലും ഈസി ആയിട്ട്. ഇതിന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 1.5 കിലോ എന്നാണ് എഴുതിയത്. പക്ഷേ ഓക്കെ, ജസ്റ്റ് അത്ര തന്നെയുള്ളൂ, ഓൾമോസ്റ്റ് 2 കിലോ അത്രത്തൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല. പിന്നെ ഇത് വാറണ്ടി സംഭവങ്ങളൊന്നും ഇതിനില്ല. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഡാമേജ് സംഭവങ്ങളൊക്കെ നമ്മുടെ വരണ സമയത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഐറ്റം മാറി വന്നു. അതല്ലാണ്ടുള്ള വേറെ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടില്ല വാറണ്ടി. അപ്പോൾ അതാണ് നമ്മുടെ ഇത്. ഇനി നമുക്ക് നമ്മുടെ പേൾ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, ഓൾറെഡി നമ്മൾ ചെറുതായി കട്ട് ചെയ്തതാണ്. വയർ ലെങ്ത്തില്ലാത്ത നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണത് കട്ടായി വരുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നന്നായി ഇറക്കി കട്ട് ചെയ്തേക്കണതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത സംഭവം നല്ല അറ്റം വരെയായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം സെറ്റപ്പാണ്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ല, ഏത് ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുള്ളത്, നമ്മളിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഏരിയയിലേക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സംഭവം. പിന്നെ അത് ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് മഴയുള്ള സമയങ്ങളിൽ അങ്ങനെ സമയത്ത് വെള്ളമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന് പ്രത്യേകിച്ച് വാറണ്ടി സംഭവങ്ങളൊന്നും ഇല്ല, കേടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കെയർ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ. അപ്പോൾ സംഭവം ഈ 2000 രൂപയ്ക്ക് സംഭവം നമുക്ക് വർത്താണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എത്ര നാൾ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല, അത് നമ്മുടെ നമ്മുടെ ലക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ്സ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിതിൻ്റെ അപ്ഡേഷനും കൂടി പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു വാഴയുടെ തണ്ട് വരെ നമുക്ക് ഈ ചെറിയൊരു ഇത് വെച്ചിട്ട് കട്ടായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൊള്ളാം, നല്ല പെർഫോമൻസ് ആണ്. സംഭവം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ എന്താ പറയുക, ചില പലർക്കും പിന്നെ പാർസലൊക്കെ വരുമ്പോൾ ചില അതിൽ സാധനങ്ങൾ മിസ്സിങ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആ സ്ക്രൂ ഒക്കെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അടുത്ത വീഡിയോയിലാണ്. അതുവരേക്കും ബൈ ബൈ.